ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പച്ചമുളക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കുറച്ച് എരിവും പുളിയും മധുരവും എല്ലാം കൂടി ഇണങ്ങിയ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണിത് കേട്ടോ. നമ്മളിവിടെ കുറച്ചേറെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരുപാട് എരിവില്ലാത്ത മുളകാണിത്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടായിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുന്ന പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻറ്റുകൾ പച്ചമുളകിലുണ്ട്. ഇത് അർബുദം പോലുള്ള രോഗങ്ങളെ തടയാൻ സഹായിക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വലിയൊരു വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു 20-25 അല്ലിയോളം വെളുത്തുള്ളി രണ്ടായിട്ട് കീറി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഏറെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ഈ ശർക്കരയും അതേപോലെ തന്നെ വാളംപുളിയും നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുത്ത് വെക്കാം. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും പച്ചമുളക് സഹായിക്കുന്നു. ഇത് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും നല്ലതാണ്. പച്ചമുളക് കഴിക്കുമ്പോൾ ഉമിനീർ ഉൽപ്പാദനം കൂടുകയും ഇത് ഭക്ഷണത്തിലെ ഘടകങ്ങളെ വേഗത്തിൽ വിഘടിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനം സുഗമമാക്കുകയും. അപ്പോൾ നമ്മുടെ പുളിയും ശർക്കരയും എല്ലാം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ പുളിയിലെ പുളിയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിപ്പിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ അലിപ്പിച്ചെടുത്ത് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് കടുകും ഉലുവയിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണേ. ഈ കടുകും അതേപോലെ തന്നെ നമ്മളുടെ ഉലുവയും വറുത്തിട്ട് നമ്മളുടെ ഈ റെസിപ്പിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പച്ചമുളകിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് കേട്ടോ. പച്ചമുളകിൽ വിറ്റാമിൻ സി ധാരാളം ഉള്ളതിനാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇരുമ്പ് സത്ത് ശരീരം വേഗത്തിൽ ആഗിരണം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. വിളർച്ച തടയാൻ വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കണ്ണ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും തടയാനും സഹായിക്കുന്നുണ്ട്. പച്ചമുളകിന് സ്വാഭാവികമായ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധകളെയും മറ്റും ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. സന്ധിവേദന, പേശിവേദന എന്നിവ കുറയ്ക്കാൻ പച്ചമുളകിലെ ഘടകങ്ങൾ സഹായിക്കാറുണ്ട്. പല വേദന സംഹാരി ക്രീമുകളിലും ഇതിലെ ക്യാപ്സാസിൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകുമൊക്കെ നമ്മൾ വറുത്ത് ചൂടാറിയപ്പോൾ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളകിൻ്റെ പേരാണ് ജ്വാലാമുഖി. കേരളത്തിലെ അടുക്കളത്തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇനമാണ്. അതുപോലെ തന്നെ നല്ല നീളമുള്ളതും ഇടത്തരം എരിവുള്ളതുമായ ഈ പച്ചമുളക് പച്ചയ്ക്കും ഉണക്കിയും ഉപയോഗിക്കാൻ വളരെ അനുയോജ്യമാണ് കേട്ടോ. ഇതിന് ഒത്തിരി എരിവൊന്നും ഇല്ലാത്തൊരു മുളകാണ്. ശരിക്കും പറഞ്ഞാൽ പല പേരുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പച്ചമുളകുണ്ട്. അതിൽ രാജാവ് എന്ന് തന്നെ പറയാവുന്ന ഒരു മുളകാണ് കാന്താരി മുളക്. അതുപോലെ തന്നെ ജ്വാലാമുഖി, അനുഗ്രഹ, അതുപോലെ തന്നെ വെള്ളയാണി, അതുല്യ, ഉജ്ജ്വല, ബജ്ജി മുളക്, അങ്ങനെ ഒട്ടനവധി മുളകുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മളുടെ ഈ മുളക് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുളകിൻ്റെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ചോറിനോട് ഞെരടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് ശർക്കരയുടെ ആയതും പുളിയും എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഉലുവയും കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഉലുവയും കടുകും കൂടെ നമ്മൾ പൊടിച്ച് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടുകും ഉലുവയും കൂടെ വറുത്തതാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എണ്ണ ഇട്ടൊന്ന് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പുളിയും ശർക്കരയും കൂടെ വെള്ളത്തിൽ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചത് അത് പിഴിഞ്ഞ് ആ ചാറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചൊന്ന് നല്ല കുറുകി വരുന്നൊരു പാകമാവട്ടെ കേട്ടോ. നമ്മൾ എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച്
നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ പൊടിച്ച പൊടി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടിയൊന്നും പോകാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്ര മുളക് എടുക്കുന്നോ അതിനനുസരിച്ച് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയും കടുകും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ രുചിച്ച് നോക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളി ഈ കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് റെഡി ആവും കേട്ടോ. നല്ല ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടിയ അടിപൊളി ഒരു മുളക് എന്ത് വേണമെങ്കിലും പറയാം. മുളക് ഗ്രേവിന്നോ മുളക് അച്ചാറെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.